നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് അന്നസറി മൂവ്മെന്റ് പാടില്ല എന്ന് പറയാൻ കാരണം, അള്ളാഹുവിൻ്റെ മുമ്പിൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ പിന്നെ നമ്മൾ മാന്തുക, സ്ക്രാച്ച് ചെയ്യുക, മൊബൈലിൽ നിന്ന് എടുത്തു നോക്കുക, അങ്ങനൊന്നും ചെയ്യരുത്. കാരണം അത് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നതിൻ്റെ ആ ഒരു അദബിനോട് യോജിക്കൂല. അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുമ്പോഴേക്കും ഫസ്തമിഅ്, ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് പറയുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ പടച്ചതമ്പുരാനോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ഇബാദത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്ര അച്ചടക്കത്തിലാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നത് കാണുന്നു. അപ്പോൾ അയാളിങ്ങനെ മാന്തുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ലൗ ഖശഅ ഹാദാ ലസകൻ, ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഖുശൂ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ അടങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ ഖൽബിൽ ഖുശൂ ഇല്ലാതിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈകാലുകളൊക്കെ നീങ്ങിപ്പോകും. അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ മൂസ നബിൻ്റെ കഥ കേട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? നിസ്കരിക്കുമ്പോൾ നമ്മൾ അദബിൽ നിൽക്കണം. അതന്നെ ഖുർആൻ കേൾക്കുമ്പോഴും ഓതുമ്പോഴും അദബ് കാണിക്കണം.